ഫൈനലി HTML കമൻസിനെ കുറിച്ച് കുറച്ച് കാര്യം നോക്കാം. ഒരു കോഡിങ്ങിൽ അത് ഏത് ലാംഗ്വേജിലും ആയിക്കോട്ടെ, അതിൽ കമൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് വിൽ ബിക്കം വെരി ഹാർഡ് ടു റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ കോഡ് ഇഫ് യു ആർ നോട്ട് യൂസിങ് കമൻസ്. നിങ്ങൾ കമൻസ് യൂസ് ചെയ്യാതെയാണ് നിങ്ങളുടെ കോഡ് ടൈപ്പ് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങളുടെ കോഡിനെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഇവൻ തോ അത് നിങ്ങൾ തന്നെ ചെയ്തതാണ് എങ്കിലും വെരി ഹാർഡ് ടു റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ കോഡ്. നിങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ട് വരും. പിന്നെ കോഡാണ്, നമ്മുടെ പ്രോഗ്രാമാണ്, അത് വേറെ ഡെവലപ്പേഴ്സും അത് റെഫർ ചെയ്യാം, അവരത് നോക്കാം, ചാൻസസ് ആർ മോർ. സോ നിങ്ങളുടെ കോഡിൽ കമൻസ് യൂസ് ചെയ്യുവാണെങ്കിൽ ഇറ്റ് അലൗസ് അതർ ഡെവലപ്പേഴ്സ് ടു റീഡ് യുവർ കോഡ് ഇൻ മച്ച് ബെറ്റർ വേ. സോ പ്രോഗ്രാമിംഗ് സെക്ഷനിൽ കമൻസിന് വളരെ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും കമൻസിൻ്റെ സിൻടാക്സ്, നമ്മൾ കമൻസ് എങ്ങനെ ചെയ്യുന്നു, അതിന് യൂസ് ചെയ്യുന്ന സിൻടാക്സ് എന്താണ്, ഡിഫറെൻ്റ് ആയിരിക്കും. സോ HTML കേസിൽ എങ്ങനെ കമൻസ് നമുക്ക് കൊടുക്കാമെന്ന് ഈ വീഡിയോയിൽ നോക്കാം. ഓക്കെ, ഞാനതിന് പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. comments.html. കോപ്പി പേസ്റ്റ് ചെയ്തു. സോ ഇവിടെ ഓൾറെഡി 2 പാരഗ്രാഫ് ഉണ്ട്. ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നതിൽ കാണാം. ബട്ട് എനിക്കിതൊരു കമൻറ്റ് ചെയ്ത് വെക്കണം. ദാറ്റ് ദിസ് ഈസ് എ കമൻറ്റ്. കമൻറ്റിന് യൂസ് ചെയ്യുന്ന സിൻടാക്സ് ലെഫ്റ്റ് ആംഗിൾ ബ്രാക്കറ്റ്, എക്സ്ക്ലമേഷൻ മാർക്ക്, ഡബിൾ ഐഫൺ. ഇതിന് ശേഷം നിങ്ങൾക്ക് എന്താണോ, ഏത് ടെക്സ്റ്റാണോ നിങ്ങൾക്ക് കമൻറ്റ്സ് ആയിട്ട് കൊടുക്കേണ്ടത് അത് കൊടുക്കാം. സോ ദിസ് ഈസ് എ കമൻറ്റ്. സോ അത് എൻഡപ്പ് ചെയ്യാൻ ഇതുപോലെ ഡബിൾ ഐഫൺ ആൻഡ് റൈറ്റ് ആംഗിൾ ബ്രാക്കറ്റ്. സോ ഈ 2 സിൻടാക്സിൻ്റെ ഉള്ളിൽ കിടക്കുന്നതായിരിക്കും നിങ്ങളുടെ കമൻറ്റ്സ് ആയി വരിക. ദാറ്റ് ഈസ് ലെഫ്റ്റ് ആംഗിൾ ബ്രാക്കറ്റ്, എക്സ്ക്ലമേഷൻ, ഡബിൾ ഐഫൺ ആൻഡ് എൻഡപ്പ് ചെയ്യുന്നത് ഡബിൾ ഐഫൺ, റൈറ്റ് ആംഗിൾ ബ്രാക്കറ്റ്. സോ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ എന്തൊക്കെ കൊടുക്കുന്നോ അതൊക്കെ നിങ്ങളുടെ കമൻ്റായിട്ട് ആഡ് ചെയ്ത് വരും. ഓക്കെ, ഇങ്ങനെയാണ് HTML ലാംഗ്വേജിൽ നിങ്ങൾക്ക് കമൻറ്റ്സ് ആഡ് ചെയ്യുക. ഓക്കെ, ഇതൊന്നും നിങ്ങളുടെ വെബ് പേജിൽ കാണിക്കില്ല. നിങ്ങൾക്ക് കമൻസ് ആയിട്ട് എന്താണോ ഇതിൽ ടൈപ്പ് ചെയ്യേണ്ടത്, നിങ്ങളുടെ പ്രോഗ്രാമിൽ തൊട്ട് മുന്നേ ടൈപ്പ് ചെയ്തതോ തൊട്ട് എബവ് ഉള്ള ലൈനിൻ്റെ എക്സ്പ്ലനേഷനോ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതി വയ്ക്കാം. സോ ദാറ്റ് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് കോഡ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ വളരെ ഈസി ആയിരിക്കും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് HTML കമൻറ്റ്സ്.